ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിക്കുക എന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ടി.എ. അഹമ്മദ് കബീർ ഉദ്ഘാടനം ചെയ്തു. ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുക എന്നത് മാത്രമാണ് പ്രശ്നത്തിന് പരിഹാരം. ചില ആളുകൾ സംസാരിക്കുന്നത് ഗസയിലെ ഭക്ഷണത്തിന്റെ കാര്യമാണെന്ന് അഹമ്മദ് കബീർ പറഞ്ഞു. ഹമാസ് എന്നത് അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിച്ച പ്രസ്ഥാനമാണെന്നും അവരുടെ കയ്യിൽ രാജ്യസംരക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാഖിലെ സദ്ദാം ഹുസൈനെ ജനാധിപത്യവാദിയാക്കാനുള്ള ശ്രമത്തിൽ 10 ലക്ഷം മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത്. അന്ന് ബുഷിന്റെ വലംകൈയായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയറെയാണ് ഗസയുടെ നിയന്ത്രണം ഏൽപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുന്നത്. സാമ്രാജ്യത്വ താൽപര്യങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് ഇത് തെളിയിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യവ്യത്യാസമില്ലാതെ ലോകത്തെവിടെയുമുള്ള ജനങ്ങൾ ഫലസ്തീനികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അമേരിക്കയുടെ നിലപാട് സ്വദേശപരമല്ല എന്ന് തിരിച്ചറിയണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുസ്ലിം യുവജന ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷംസുദ്ദീൻ മന്നാനി മുഖ്യപ്രഭാഷണം നടത്തി. സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് കെ.എ. മുഹമ്മദ് ഹാഷിം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അസീസ് ബഡായിൽ, ജനറൽ സെക്രട്ടറി റഫീഖ് മണിമല, വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ.കെ. മുഹമ്മദ് സാദിഖ് എന്നിവർ ആശംസയർപ്പിച്ചു. മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി.പി. നാസർ സ്വാഗതവും സി.കെ. ബഷീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഈരാറ്റുപേട്ട വാർത്ത. ഇറ്റലി പോലെ ഒരു രാജ്യത്ത് പോലും ചെറുപ്പക്കാർ വമ്പി സമരങ്ങളുമായി രംഗത്ത് വരികയാണ്. ഈ സമരത്തെ തണുപ്പിക്കാൻ വേണ്ടിയാണ് അവർ പലസ്തീൻ അംഗീകരിച്ചു എന്ന് പറയുന്നത്. പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുകയല്ലാതെ ഇതിന് പരിഹാരം എന്താണ്? ഇവിടെ ആളുകൾ പറയുന്നത് ഗസയിലെ ഭക്ഷണത്തിന്റെ കാര്യമാണ്. പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുക, ഈ വിഷയം പരിഹരിക്കപ്പെടുകയില്ല. നമ്മൾ പറയും 56 രാജ്യങ്ങളില്ലേ, അങ്ങനെ പറയാം. എന്താ അവസ്ഥ? സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ പോലും നടപ്പിലാക്കാൻ കഴിയാത്ത വിധം ഇത് കൊച്ചു കൊച്ചു രാജ്യങ്ങളാക്കി വിഭജിച്ചിരിക്കുകയാണ്. അത് ചെയ്തത് ആരാണ്? ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥനായ വിൻസ്റ്റൺ ചർച്ചിലാണ് അത് ചെയ്തത്. അവരുടെ പട്ടാള മേധാവിയായിരുന്ന ആരംഭിയാണ് അത് ചെയ്തത്. അവർ ചെയ്തത് ഇപ്പൊ നമ്മൾ നോക്കൂ, കഴിഞ്ഞ ഒരു മാസമല്ലേ ആയുള്ളൂ ഖത്തർ അമേരിക്കയുടെ സഖ്യരാഷ്ട്രമാണ്. ആ ഖത്തറിൽ രാത്രി 10 പോർ വിമാനങ്ങൾ ഒരുമിച്ച് വന്ന് ബോംബ്. അവിടെ ഫലസ്തീന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു. ഇവർ പറയുന്ന ഹമാസ് എന്നാണ്. ഈ ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആകാശത്ത് പൊട്ടി വീണതല്ല. അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സമിതിയുടെ പേരാണത്. അല്ലാതെ അത് വേറൊരു സംഘടനയല്ല. ഫലസ്തീനിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഗസയിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ അവരധികാരത്തിൽ കൊണ്ടുവന്നു. അവരുടെ കയ്യിൽ രാജ്യ സംരക്ഷണത്തിന് ആവശ്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാവും. അവരാണ് പറയുന്നത് ഹമാസിനെ തകർക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഇത് കണ്ടു. സദ്ദാം ഹുസൈനെ ജനാധിപത്യവാദിയാക്കാൻ അമേരിക്ക തീരുമാനിച്ചു. അവർക്ക് സദ്ദാം ഹുസൈനെ കൊല്ലണം. സദ്ദാം ഹുസൈൻ മാത്രമാണോ കൊല്ലപ്പെട്ടത്? കണക്കുകൾ പറയുന്നത് 10 ലക്ഷം പേർ കൊല്ലപ്പെട്ടു വന്നു. ഒരു സദ്ദാം ഹുസൈനെ കൊല്ലാൻ 10 ലക്ഷം ഇറാഖികളെ അവർ കൊന്നൊടുക്കി. അന്ന് അതിന് നേതൃത്വം നൽകിയ ബുഷിന്റെ വലംകൈയായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ. ആ ടോണി ബ്ലെയറെ ഗസയുടെ നേതൃത്വം ഈ 56 രാജ്യങ്ങൾക്ക് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ പോലും നടപ്പിലാക്കാൻ സാധ്യമല്ല. ഖത്തറിൽ അമേരിക്കയുടെ ഒരു പട്ടാള ക്യാമ്പുണ്ട്, വലിയൊരു പട്ടാള ക്യാമ്പ്. ആ ക്യാമ്പ് ഉണ്ടായിട്ടും ഒരു വിദേശ രാജ്യം ഖത്തറിൽ വന്ന് ബോംബ് വർഷിച്ചിട്ട് ആ സൈന്യം ഒന്നും ചെയ്തില്ല. ഇപ്പോ ഖത്തർ വീണ്ടും
അമേരിക്കയുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെട്ടു. അതിന്റെ അർത്ഥം എന്താണ്? അന്ന് തുടങ്ങിയ ഈ സാമ്രാജ്യ താല്പര്യങ്ങൾ ഇന്ന് വരെ അവർ തുടരുകയാണ്. ഓരോ രാജ്യവും സ്വന്തം സുരക്ഷയ്ക്ക് പോലും കഴിയാത്ത വിധം ദുർബലമായിരിക്കുന്നു. ഒരു രാജ്യം പോലും സൈനികമായി ഒരു ശത്രുവിന്റെ ആക്രമണം ഉണ്ടായാൽ നേരിടാൻ കഴിയാത്ത വിധം ദുർബലമായ ഒരവസ്ഥയിലാണ് ഇന്ന് ലോകത്തുള്ളത്. സൈനികമായി ബലമുണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഇറാഖ്. ആ ഇറാഖിനെ അവർ തകർത്തു. തുർക്കിയാണ് മറ്റൊരു രാജ്യം. ആ തുർക്കിയുടെ പ്രത്യേകത, തുർക്കിയ എന്ന് പറയുന്ന രാജ്യം നാറ്റോ അംഗമാണ്. നാറ്റോ അംഗത്വമുള്ള ഒരു രാജ്യത്തിന് സ്വാഭാവികമായും തീരുമാനമെടുക്കണമെങ്കിൽ നാറ്റോവിന്റെ അംഗീകാരം കൂടിയാണ്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു സൈനിക സഖ്യമാണ് നാറ്റോ. ആ നാറ്റോയിൽ അംഗമായ തുർക്കിക്ക് ഒരുപാട് പരിമിതികൾ. ചുരുക്കത്തിൽ സൈനികമായി ശേഷിയില്ലാത്ത കൊച്ചു കൊച്ചു തുണ്ടങ്ങളായി ഈ രാജ്യങ്ങൾ മാർഗത്തിന്റെ ദുരവസ്ഥ നമ്മൾ ഇന്ന് നേരിടുകയാണ്. ജനങ്ങൾക്ക് മാത്രമേ ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. ലോകത്ത് എവിടെയുമുള്ള ജനങ്ങൾ വൻകരകൾ വ്യത്യാസമില്ല, രാജ്യങ്ങളുടെ വ്യത്യാസമില്ലാതെ ലോകത്ത് എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ഇന്ന് ശബ്ദം ഉയർത്തുന്നുണ്ട്. പക്ഷേ അമേരിക്കയുടെ നിലപാട് സ്വദേശപരമല്ല എന്ന് നമ്മൾ എല്ലാവരും തിരിച്ചറിയണം.